കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി യുദ്ധത്തിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. മഞ്ഞപ്പടയുടെ കൊമ്പന്മാർ ഡിസംബർ 24 മുംബൈ സിറ്റിക്കെതിരെ അംഗത്തിനിറങ്ങുമ്പോൾ ഒരു പ്രഡിക്ഷൻ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ജേഴ്സിയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗീവ് അവേ ചെയ്യുന്നത്. വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ചോദ്യമുണ്ടാകും. പ്രഡിക്ഷൻ കറക്റ്റായി കമന്റ് ഇടുക. ISLന്റെ 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ആദ്യ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് മുംബൈ സിറ്റിയുടെ മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന് അടിയറവ് പറയേണ്ടി വന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് മുംബൈയുടെ മണ്ണിൽ നേരിടേണ്ടി വന്ന അപമാനം മറക്കാൻ പറ്റുന്നതല്ല. അന്ന് കുറിച്ചിട്ടതാണ് ഡിസംബർ 24 നമ്മുടെ കോട്ടയിൽ വെച്ച് കണക്കുകളെല്ലാം തീർക്കുമെന്ന്. എന്നാൽ തിരിച്ചടി എന്നോണം നായകൻ ആഡ്രിയാൻ ലൂണയെ പരിക്ക് മൂലം നമുക്ക് നഷ്ടമായി. ലൂണയില്ലാതെ എങ്ങനെ മുംബൈ സിറ്റിയെ നേരിടുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരത്തിൽ റഫറി റെഡ് കാർഡുകൾ വാരി വിതറിയപ്പോൾ അതിൽ മുംബൈ സിറ്റിക്ക് അവരുടെ 4 പ്രധാന താരങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. പ്രതിരോധ നിരയിലെ കരുത്തന്മാരായ ആകാശ് മിശ്രയും രാഹുൽ ബേഗയും അതുപോലെ മധ്യനിരയിലെ ആക്രമണകാരികൾ ഗ്രെഗ് സ്റ്റുവാർട്ടും വിക്രം പ്രതാപ് സിംഗുമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ പുറത്തിരിക്കേണ്ടി വരുന്ന മുംബൈയുടെ പ്രധാന താരങ്ങൾ. ലൂണയില്ലാതെ ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇത് സുവർണ അവസരം തന്നെയാണ്. 4 പ്രധാന താരങ്ങളെ കൂടാതെ ഇറങ്ങുന്ന മുംബൈ സിറ്റിയുടെ കരുത്തും കുറവാണ്. അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന് എല്ലാ പിൻബലവും നൽകാൻ ഗാലറിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഉണ്ടാകും. കൊമ്പന്മാർക്ക് കളിക്കളത്തിലാണ് കണക്കുകൾ തീർക്കേണ്ടത് എങ്കിൽ ആരാധകർക്ക് ഗാലറിയിലാണ് തങ്ങളുടെ കരുത്ത് അറിയിക്കേണ്ടത്. സാഹചര്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ്. ഇനി മുംബൈ സിറ്റിക്കെതിരെയുള്ള അഭിമാന പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും ക്രിസ്മസ് ഈവ് കൂടിയായ അന്നേ ദിവസം ആരാധകർക്കായി നൽകാനില്ല. അപ്പോൾ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ചോദ്യം ഇതാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഏതാണ്? ആദ്യം ഗോൾ അടിക്കുന്ന താരം ആരാകും? അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉത്തരം പറയുന്നവർ മസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.